കോൺഗ്രസ് ഭാരവാഹിത്വം രാജിവെച്ചെന്ന വാർത്ത നിഷേധിച്ച ടി സിദ്ദീഖ് എംഎൽഎയുടെ ഓഫീസ് ജീവനക്കാരൻ കൽപ്പറ്റ ബ്ലോക്ക് വൈസ് പ്രസിഡന്റും കർഷക കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയുമായ സാലി റാട്ടക്കൊല്ലിയുടെ പേരിലാണ് രാജിക്കത്ത് പ്രചരിച്ചത്. താനെന്നും കോൺഗ്രസിനൊപ്പം നിൽക്കുന്നയാളാണെന്നും നടക്കുന്നത് വ്യാജ പ്രചാരണങ്ങളാണെന്നും സാലി മീഡിയ വണ്ണിനോട് പറഞ്ഞു. എന്താണെന്ന് വ്യക്തമാകുന്നില്ല. എനിക്ക് തോന്നി ഈ ഇലക്ഷൻ കണ്ടുകൊണ്ട് എം എൽ എ ഓഫീസിനെയും കരിവാരിത്തേക്കുന്നതിന് വേണ്ടി തൽപര കക്ഷികൾ ചെയ്ത ഒരു വേലത്തരായിട്ടാണ് ഇതിനെ കാണുന്നത്. കത്ത് വ്യാജമാണ്. അങ്ങനത്തെ അത്ര ഒരു കത്തിൽ അങ്ങനെ ഞാൻ ഒരു ആധികാരികമായിട്ട് കൊടുത്ത ഒരു കത്തിലാണെങ്കിൽ എൻ്റെ സൈൻ ഉണ്ടാവും. ആ സൈൻ ആ കത്തിലില്ല. തികച്ചും വ്യാജമായിട്ടുള്ള ഒരു വാർത്തയും കത്തുമായിട്ടാണ് ഇത് കാണുന്നത്. രാജിവെച്ചിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പം തുടരുന്നു. ഫൈസൽ നെടുമ്പാലയുണ്ട് വിവരങ്ങൾ നൽകാൻ. ഫൈസൽ, ഈ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് അവഗണിക്കുകയാണ്, അതുകൊണ്ട് രാജിവെക്കുന്നു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളായിരുന്നു നടന്നത്. അതിൽ എന്ത് വിശദീകരണമാണ് സാലി നൽകുന്നത്? അനീഷ, ഈ രാജിക്കത്ത് പുറത്തു വന്നതിന് പിന്നാലെയാണ് വലിയൊരു വിവാദം ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. കൃത്യമായി ആ രാജിക്കത്തിൽ സാലി റാട്ടക്കൊല്ലിയുടെ പേരും നമ്പറും അടക്കം ഉണ്ടായിരുന്നു. അവരുടെ പേര് വെച്ചുള്ള ലെറ്റർ പാഡിലാണ് ഇത്തരത്തിലൊരു കത്ത് പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് രാജിവെച്ചു എന്നുള്ള വാർത്തയും വരുന്നത്. അപ്പോൾ ഈ കൃത്യമായി ഈ കത്തിൽ തന്നെ പറയുന്ന പല വിഷയങ്ങളുമുണ്ട്. ഇദ്ദേഹത്തിന് ഇത്ര കേസുകളുണ്ട്. കേസിന്റെ എണ്ണമടക്കം എടുത്തു പറഞ്ഞുകൊണ്ട് ഈ കേസിൽ ആരും കോൺഗ്രസ്സുകാരും തങ്ങളുടെ കൂടെ നിന്നില്ല, സംഘടന കുറെ കാലമായി തന്നെ അവഗണിക്കുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഈ കത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഈ വാർത്ത പൂർണ്ണമായി നിഷേധിക്കുകയാണ് സാലി റാട്ടക്കൊല്ലി. താൻ അത്തരത്തിലൊരു രാജിക്കത്ത് കൊടുത്തിട്ടില്ല, ഈ കത്ത് വ്യാജമായി നിർമ്മിക്കപ്പെട്ടതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. തന്നെയും MLA-യും ഉൾപ്പെടെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു വാർത്ത പടച്ചുവിട്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുകയാണ് സാലി റാട്ടക്കൊല്ലി. താൻ എന്നും കോൺഗ്രസ്സുകാരനാണെന്നും കോൺഗ്രസിനോടൊപ്പം തുടരുമെന്നുള്ളതാണ് സാലി റാട്ടക്കൊല്ലി പറയുന്നത്. ശരി, ഫൈസൽ നെടുമ്പാലയാണ് വിവരങ്ങൾ നൽകിയത്.